ഹായ് ഹലോ ഫ്രണ്ട്സ്, 10ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും മഷിക്കുപ്പിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ ലെസൺ എക്സ്പ്ലനേഷൻസും ആക്ടിവിറ്റീസും എല്ലാം ഇവിടെ ഉണ്ടാകും. വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഫസ്റ്റ് യൂണിറ്റ് ആണ് ട്രയൽസ് ആൻഡ് ട്രയംസ്. ട്രയൽസ് ആൻഡ് ട്രയംസ് എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളും വിജയങ്ങളും. അപ്പോൾ ആ യൂണിറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ആദ്യത്തെ നമ്മുടെ ലെസൺ. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. എനോർമസ് എന്ന് പറഞ്ഞാൽ വലിയ, വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകൾ. അപ്പം വലിയ ചിറകുകളുള്ള ഒരു വൃദ്ധൻ. ഇത് എഴുതിയത് ആരാണ്? ഗബ്രിയേൽ ഗാർസിയ മാർക്വിസ് എന്ന വലിയൊരു എഴുത്തുകാരനാണ് ഈ കഥ എഴുതിയത്. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. Kindness and empathy are essential qualities in our world. ദയയും സഹാനുഭൂതിയും, എമ്പതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി, മറ്റുള്ളവരുടെ വിഷമങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ക്വാളിറ്റി. അപ്പോൾ എമ്പതിയും കൈൻഡ്നെസ്സും നമ്മളുടെ ലോകത്ത് അനിവാര്യമായ രണ്ട് ഗുണങ്ങളാണല്ലേ. ദീസ് സ്പ്രെഡ് ലൈറ്റ് ആൻഡ് ഹോപ്പ് ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈം. നമുക്ക് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ നിറഞ്ഞ സമയത്ത് പോലും ഈ ഗുണങ്ങൾ നമുക്ക് വെളിച്ചവും പ്രത്യാശയും ഒക്കെ തരുന്നുണ്ട്. Our society tends to isolate the ones who appear different, especially those who are weak and vulnerable. പക്ഷേ നമ്മുടെ സമൂഹത്തിനൊരു പ്രവണതയുണ്ട്. എന്താണത്? നമ്മളിൽ നിന്നും വ്യത്യസ്തരായവരെ അല്ലെങ്കിൽ ദുർബലരായവരെ, വൾണറബിൾ എന്ന് പറഞ്ഞാൽ ദുർബലമായ എന്നുള്ള അർത്ഥം. അപ്പം ദുർബലരായവരെയൊക്കെ ഒന്ന് ഐസൊലേറ്റ് ചെയ്യും. ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുത്തും, മാറ്റി നിർത്തും. വി മേ നോട്ട് ഓൾവേസ് റിയലൈസ് ദാറ്റ് ഈവൻ സ്മോൾ ആക്ട്സ് ഓഫ് കമ്പാഷൻ ക്യാൻ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട് ഓൺ മെനി ലൈഫ്സ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലേ. അപ്പം നമ്മളിങ്ങനെ ചെയ്യുന്ന കാരുണ്യത്തിൻ്റെ ചെറിയ പ്രവൃത്തികൾക്ക് പോലും പലരുടെയും ജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് നമുക്ക് തന്നെ ചിലപ്പോഴൊക്കെ മനസ്സിലാവില്ല. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. വലിയ ചിറകുകളുള്ള ഒരു വൃദ്ധൻ. ഗബ്രിയേൽ ഗാർസിയ മാർക്വിസ്. ദ ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് നോൺ. ഉച്ച സമയത്ത് പോലും ലൈറ്റിന് വലിയ തെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചവെയിലിന് വലിയ തെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയായിരുന്നു. വെൻ പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ് ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് ഇൻ ദ റെയർ ഓഫ് ദ കോർട്ട്യാർഡ്. പെലായോ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ മുറ്റത്തിന്റെ പിൻഭാഗത്ത്, കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റം, റെയർ എന്ന് പറഞ്ഞാൽ പിൻഭാഗം. മുറ്റത്തിന്റെ പിൻഭാഗത്ത് എന്തോ ഒന്ന് ചലിക്കുന്നതായിട്ടും, ഗ്രോണിങ് എന്ന് പറഞ്ഞാൽ ഞരങ്ങുക, തേങ്ങുക, വേദന കൊണ്ട് ഞരങ്ങിയല്ലേ. അപ്പൊ ആ ഒരു സൗണ്ട് ഒക്കെ അയാൾക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് അതെന്ന് മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു. ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ ദാറ്റ് ഇറ്റ് വാസ് എൻ ഓൾഡ് മാൻ, എ വെരി ഓൾഡ് മാൻ. പെലായോ ദൂരെ നിന്ന് നോക്കിയപ്പോൾ അതെന്താണ് എന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അതൊരു വൃദ്ധനാണ് എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം അതിൻ്റെ അടുത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇതൊരു വൃദ്ധനാണ് എന്നുള്ളത്. ദ മാൻ വാസ് ലൈയിങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. ആ മനുഷ്യൻ എങ്ങനെയായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്? മഡില്, ചെളിയിൽ മുഖം പൂഴ്ത്തിയായിരുന്നു കിടന്നത്. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ട്രെമൻഡസ് എഫേർട്സ് ദ മാൻ കുഡിന്റ് ഗെറ്റ് അപ്പ്, impeded by his enormous wings. എത്ര ശ്രമിച്ചിട്ടും വലിയ ചിറകുകൾ കാരണം അയാൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. impeded എന്ന് പറഞ്ഞാൽ എന്താ? തടസ്സപ്പെടുത്തി. ട്രെമൻഡസ് എന്ന് പറഞ്ഞാലോ വളരെ വലിയ. അപ്പം വളരെയധികം എഫേർട്ട് ഇട്ടു അദ്ദേഹം. പക്ഷേ ചിറകുകളുടെ ആ ഒരു കനം കാരണം അദ്ദേഹത്തിന് എഴുന്നേൽക്കാനായിട്ട് കഴിഞ്ഞില്ല. Frightened by the sight, Pelayo ran to get Elisenda, his wife. പെലായോ പേടിച്ചു പോയി അല്ലേ. അപ്പൊ പേടിച്ചു പോയ പെലായോ എവിടേക്കാ ഓടിയത്? എലിസണ്ടയുടെ അടുത്തേക്കാണ്. ഹിസ് വൈഫ്. എലിസണ്ട ആരാണ്? അദ്ദേഹത്തിന്റെ വൈഫാണ്. ഷി വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. അപ്പൊ എലിസണ്ട എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഷി വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. രോഗിയായ തൻ്റെ കുട്ടിയുടെ മേത്ത് കംപ്രസസ് വെക്കുകയാണ്. അപ്പം നമുക്കൊക്കെ പനി വരുമ്പോഴും അല്ലെങ്കിൽ തലവേദനയൊക്കെ വരുമ്പോഴും നനഞ്ഞ തുണി നനച്ച് നെറ്റിയിലൊക്കെ ഇടുകയല്ലേ. അതുപോലെ എലിസണ്ടയും തൻ്റെ രോഗിയായ കുട്ടീനെ ശുശ്രൂഷിക്കുകയായിരുന്നു. ഹി ടുക്ക് ഹർ ടു ദ റെയർ ഓഫ് ദ കോർട്ട്യാർഡ്. പെലായോ എന്ത് ചെയ്തു? അവളെ കോർട്ട്യാർഡിന്റെ പിൻഭാഗത്തേക്ക് കൊണ്ടുപോയി. ദേ ബോത്ത് ലുക്ഡ് അറ്റ് ദ ഫോളൻ ബോഡി.
അങ്ങനെ രണ്ടുപേരും കൂടി ആ ഫോളൻ ബോഡി, ആ വീണ് കിടക്കുന്ന ബോഡീനെ നോക്കുകയാണ്. എവിടുന്നോ ഒന്ന് വീണതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഫോളൻ ബോഡി എന്ന് പറഞ്ഞത്. ആകാശത്ത് നിന്ന് വീണതാണോ അങ്ങനെയൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു ഫോളൻ ബോഡീനെ നോക്കുവാണ്. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാക്ക് പിക്കർ. ആ മനുഷ്യൻ ഒരു റാക്ക് പിക്കറെ പോലെയാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. റാക്ക് പിക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാലിന്യം പെറുക്കുന്നയാള്. പൊട്ടിയ പാത്രങ്ങളും പ്ലാസ്റ്റിക്കും പേപ്പറും ഒക്കെ പെറുക്കാനായിട്ട് വരില്ലേ, അവരെ പോലെയാണ് ഡ്രസ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. There were only a few faded hairs left on his bald skull and very few teeth in his mouth. അദ്ദേഹത്തിന്റെ തലയിൽ ആകെ 2-3 നരച്ച മുടികൾ മാത്രമേ ഉള്ളൂ. കഷണ്ടി തലയാണ്. ബാൾഡ് സ്കൾ എന്ന് പറഞ്ഞാൽ കഷണ്ടി തല. അപ്പൊ അദ്ദേഹത്തിന്റെ കഷണ്ടി തലയിൽ ആകെ കുറച്ച് രോമങ്ങൾ, നരച്ച മുടികൾ മാത്രമേ ഉള്ളൂ. ആൻഡ് വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. വായിലാണെങ്കിലോ കുറച്ച് പല്ലുകൾ മാത്രം അവശേഷിച്ചിട്ടുണ്ട്. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രെഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ദയനീയമായ കണ്ടീഷൻ ആരെ ഓർമ്മിപ്പിക്കുന്നു? ആരെ പോലെയാണ് തോന്നിപ്പിക്കുന്നത്? ഒരു ഡ്രെഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഡ്രെഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ നനഞ്ഞ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ മുതുമുത്തച്ഛൻ. നനഞ്ഞ ഒരു മുതുമുത്തച്ഛനെ പോലെയാണ് തോന്നിക്കുന്നത്. അതായത് ഒട്ടും ആരോഗ്യമില്ലാതെ, ഒട്ടും ഊർജ്ജസ്വലമല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇദ്ദേഹം ഇപ്പോൾ ഉള്ളത്. ദിസ് ടുക്ക് അവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡ്യൂർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ കാണുമ്പോൾ അത് അയാൾക്ക് ഉണ്ടായിരുന്നിരിക്കാവുന്ന ഏതൊരു മഹത്വത്തെയും ഇല്ലാതാക്കി. ചിലപ്പോൾ അദ്ദേഹം ഒരു മഹത് വ്യക്തി ആയിരുന്നിരിക്കാം, പക്ഷെ ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ കാണുമ്പോൾ ആ ഒരു മഹത്വം ഒന്നും നമുക്ക് തോന്നുകയില്ല. ആ മഹത്വം എല്ലാം ഇല്ലാതാക്കി എന്നാണ് പറയുന്നത്. ഗ്രാൻഡ്യൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹത്വം എന്നാണ് അർത്ഥം. ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ് ഡർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ് were entangled in the mud. അദ്ദേഹത്തിന്റെ കഴുകന്റേതുപോലെയുള്ള ആ വലിയ ചിറകുകൾ ഡേർട്ടി ആയിരുന്നു, വളരെയധികം ചെളി പുരണ്ടതായിരുന്നു. ആൻഡ് ഹാഫ് പ്ലഗ്ഡ്, പകുതിയും കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരിക്കാം. വെർ entangled in the mud, ചെളിയിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. They looked at him so long and so closely that Pelayo and Elisenda very soon overcame their surprise. പെലായോയും എലിസന്റെയും ആ മനുഷ്യനെ ഒരുപാട് നേരം നോക്കി നിന്ന് സൂക്ഷ്മ പരിശോധനയൊക്കെ നടത്തുകയാണ്. അങ്ങനെ അവസാനം അവരുടെ ആദ്യത്തെ ആ സർപ്രൈസ്, അത്ഭുതമൊക്കെ മാറി. ഇൻ ദ എൻഡ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ. അവസാനം ഒരു പരിചിത ഭാവമൊക്കെ കണ്ടു. ദെൻ ദേ ഡെയർഡ് സ്പീക്ക് ടു ഹിം. അങ്ങനെ അവനോട് സംസാരിക്കുകയാണ്, ആ വീണ് കിടക്കുന്ന മനുഷ്യനോട് സംസാരിക്കുകയാണ്. ഹി ആൻസേർഡ് ഇൻ ആൻ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട് വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. ഇൻകോംപ്രിഹെൻസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലാക്കാൻ പറ്റാത്ത. ഡയലക്ട് ഭാഷാഭേദം. അപ്പോൾ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷയിൽ അദ്ദേഹം അവരോട് ആൻസർ പറയുകയാണ്, ഉത്തരം കൊടുക്കുകയാണ്. വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. ശക്തനായ ഒരു നാവികന്റെ ശബ്ദത്തിലാണ് അദ്ദേഹം പറയുന്നത്. വലിയ മുരൾച്ചയോട് കൂടിയ ഒരു സൗണ്ട് ആണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ദേ കൺക്ലൂഡഡ് ദാറ്റ് ഹി വാസ് എ ലോൺലി കാസ്റ്റവേ ഫ്രം സം ഫോറിൻ ഷിപ്പ് wrecked by the storm. കൊടുങ്കാറ്റിൽ തകർന്ന ഏതോ വിദേശ കപ്പലിൽ നിന്ന് ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇയാളെന്ന് അവരൊരു കൺക്ലൂഷനിൽ എത്തുകയാണ്. കാസ്റ്റവേ എന്ന് പറഞ്ഞാൽ അബാൻഡൻഡ്, ഉപേക്ഷിക്കപ്പെട്ട എന്നാണ് അർത്ഥം. റെക്ഡ് എന്ന് പറഞ്ഞാൽ തകർക്കപ്പെട്ട, സ്റ്റോമിനാൽ, കൊടുങ്കാറ്റിനാൽ തകർക്കപ്പെട്ട. ദെൻ ദേ കോൾഡ് ഇൻ എ നെയ്ബർ വുമൻ ടു സീ ഹിം. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഒരു നെയ്ബർ വുമനെ, അയൽവക്കക്കാരിയായ ഒരു സ്ത്രീനെ ഇദ്ദേഹത്തെ കാണാനായിട്ട് വിളിച്ചു. All she needed was one look to show them their mistake. He is an angel, she told them. അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ഒരു നോട്ടം മാത്രം മതിയായിരുന്നു അവർക്ക്. അവനൊരു മാലാഖയാണ് എന്ന് അവൾ അവരോട് പറഞ്ഞു. He must have been coming for the child. അദ്ദേഹം ചിലപ്പോൾ കുട്ടിയെ തേടി വന്നതായിരിക്കാം. But the poor fellow is so old. പക്ഷേ ഈ പാവം ആള് എന്താണ്? ഓൾഡ് ആണ്, വളരെയധികം പ്രായം ചെന്ന ആളാണ്. That the rain knocked him down. ഊർജ്ജസ്വലനല്ല ഒട്ടും. അതുകൊണ്ട് തന്നെ മഴ അദ്ദേഹത്തെ ക്ഷീണിതനാക്കി, അദ്ദേഹത്തെ വീഴ്ത്തി. On the following day, everyone knew that a flesh and blood angel was held captive in Pelayo's house. പെലായോയുടെ വീട്ടിൽ രക്തവും മാംസവുമുള്ള ഒരു ഏഞ്ചൽ ബന്ദിയാക്കപ്പെട്ട വിവരം പിറ്റേ ദിവസം തന്നെ എല്ലാവരും അറിഞ്ഞു. ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബന്ദിയാക്കുക.
പെലായോ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ. ഉച്ച മുഴുവനും പെലായോ ഇദ്ദേഹത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രം ദ കിച്ചൺ. എവിടെ നിന്നാണ് നോക്കുന്നത്? കിച്ചണിൽ നിന്നിട്ട് നോക്കുവാണ്. ആംഡ് വിത്ത് ഹിസ് ബെയ്ലീഫ്സ് ക്ലബ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ആയുധവും കൂടി ഉണ്ട്. എന്തായുധമാണ്? ബെയ്ലീഫ്സ് ക്ലബ്. ഒരു ലാത്തിയും പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം അവിടെ നിന്ന് എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാൻ വേണ്ടി ഇദ്ദേഹം ആയുധമൊക്കെ എടുത്തിട്ടാണ് നിൽക്കുന്നത്. ബെയ്ലീഫ്സ് ക്ലബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി നടപടികൾ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കോടതിയിൽ ക്രമസമാധാനം പാലിക്കുന്ന ഉദ്യോഗസ്ഥനാണ്, കോർട്ട് ഓഫീസറാണ്. ബിഫോർ ഗോയിങ് ടു ബെഡ്, അപ്പൊ കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മഡ്. അദ്ദേഹം അയാളെ മണ്ണിലൂടെ വലിച്ചിഴച്ചു. ഡ്രാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിച്ചു. ആൻഡ് ലോക്ക്ഡ് ഹിം അപ്പ് വിത്ത് ദ ഹെൻസ് ഇൻ ദ ചിക്കൻ കൂപ്പ്. ആ വൃദ്ധനെ കോഴികളോടൊപ്പം കോഴിക്കൂട്ടിൽ അടച്ചു. A short time afterward, the child woke up without a fever and with a desire to eat. കുറച്ച് സമയത്തിന് ശേഷം ആ രോഗിയായ കുട്ടി എഴുന്നേറ്റു. വിതൗട്ട് എ ഫീവർ, പനിയെല്ലാം വിട്ടുപോയി, പനിയൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് വിത്ത് എ ഡിസയർ ടു ഈറ്റ്, ഭക്ഷണമൊന്നും കഴിക്കാതെ ഇരിക്കുമായിരുന്നല്ലോ. അപ്പൊ പനിയെല്ലാം വിട്ടുമാറിയപ്പം ഭക്ഷണം കഴിക്കണമെന്ന് തോന്നി. ദെൻ ദേ ഫെൽറ്റ് മാഗ്നാനിമസ്. അപ്പൊ ഇത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര മാഗ്നാനിമസ് ആയി. മാഗ്നാനിമസ് എന്ന് പറഞ്ഞാൽ ജനറസ് ആയി, മഹാമനസ്കരായി അല്ലെ. കാരണം പെട്ടെന്ന് അവര് മനസ്സിലാക്കി ഇദ്ദേഹം വന്നതുകൊണ്ടായിരിക്കാം എൻ്റെ കുട്ടിയുടെ രോഗം പോയത് എന്നുള്ള ചിന്ത അവരിലേക്ക് വന്നു കാണും. They decided to put the angel on a raft with fresh water and provisions for 3 days and leave him to his fate on the high seas. അപ്പോൾ അവരൊരു കാര്യം തീരുമാനിക്കുകയാണ്. എന്താണ് അവർ തീരുമാനിച്ച കാര്യം? ഈ ഏഞ്ചലിനെ കുറച്ച് ശുദ്ധജലവും പിന്നെ ഒരു 3 ദിവസത്തേക്കുള്ള ഫുഡൊക്കെ ആയിട്ട് ഒരു ചെങ്ങാടത്തില് സമുദ്രത്തിലേക്ക് ഒഴുക്കി വിടാം എന്ന് ഇവർ തീരുമാനിക്കുകയാണ്. ബാക്കിയൊക്കെ അവന്റെ വിധി പോലെ വരട്ടെ എന്ന് അവർ വിചാരിക്കുകയാണ്. ബട്ട് വെൻ ദേ വെന്റ് ഔട്ട് ഇൻ ടു ദ കോർട്ട്യാർഡ് അറ്റ് ദ ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡോൺ ദേ ഫൗണ്ട് ദ ഹോൾ നെയ്ബർഹുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ചിക്കൻ കൂപ്പ് ഹാവിംഗ് ഫൺ വിത്ത് ദ ഏഞ്ചൽ. പക്ഷെ അവര് പ്രഭാതത്തിൽ തന്നെ ആ ചിക്കൻ കൂപ്പിന്റെ അടുത്തേക്ക്, കോഴിക്കൂടിന്റെ അടുത്തേക്ക് പോയപ്പോൾ അവരെന്താ കണ്ടത്? ആ നെയ്ബർഹുഡ് മുഴുവൻ ആളുകളും ആ ചിക്കൻ കൂപ്പിന്റെ മുന്നിലായിട്ട് നിൽക്കുന്നുണ്ട്. ഹാവിംഗ് ഫൺ വിത്ത് ദ ഏഞ്ചൽ. അപ്പൊ ഏഞ്ചലിനോട് സംസാരിക്കാനും ഏഞ്ചൽ ആരാണ് എന്താണ് എന്നൊക്കെ അറിയാനുമുള്ള ആകാംക്ഷയോടെ വന്നിരിക്കുന്ന ആളുകളാണ് അവരൊക്കെ. ദ വിസിറ്റേഴ്സ് വെർ ടോസിങ് ഹിം തിങ്സ് ടു ഈറ്റ്. അപ്പൊ വിസിറ്റേഴ്സ് എന്താ ചെയ്തേ? എറിഞ്ഞു കൊടുക്കണം, ഫുഡ് കാര്യങ്ങളൊക്കെ എറിഞ്ഞിട്ട് കൊടുക്കുന്നു. ത്രൂ ദ ഓപ്പണിങ്സ് ഇൻ ദ കൂപ്പ്, ആ കോഴിക്കൂടിന്റെ ഓപ്പണിങ്സിലൂടെ ഫുഡ് കാര്യങ്ങളൊക്കെ എറിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വെറന്റ് എ സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ബട്ട് എ സർക്കസ് ആനിമൽ. പക്ഷെ അവർക്കൊക്കെ മനസ്സിൽ എന്താണ്? ഇതൊരു സൂപ്പർ നാച്ചുറൽ ആനിമൽ അല്ല, ഇതൊരു സർക്കസ് ആനിമൽ ആണ് എന്നുള്ള ഒരു ചിന്തയിലാണ് ആളുകളൊക്കെ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. ദ ന്യൂസ് ഓഫ് ദ ക്യാപ്റ്റീവ് ഏഞ്ചൽ സ്പ്രെഡ് വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി. പെട്ടെന്ന് തന്നെ ഈ ബന്ദിയാക്കപ്പെട്ട ഏഞ്ചലിന്റെ ന്യൂസ് മൊത്തത്തില് പരന്നു, സ്പ്രെഡായി. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ്, കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം, ദ കോർട്ട്യാർഡ് ഹാഡ് ദ ബസിൽ ഓഫ് എ മാർക്കറ്റ് പ്ലേസ്. ഒരു മാർക്കറ്റ് പ്ലേസിന്റെ അതേ തിക്കും തിരക്കും ആ കോർട്ട്യാർഡിന് മുന്നിൽ അനുഭവപ്പെട്ടു. ദ കപ്പിൾ ഹാഡ് ടു കോൾ ഇൻ ട്രൂപ്സ് ടു ഡിസ്പേഴ്സ് ദ മോബ്. ആ ജനക്കൂട്ടത്തെ ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, പറഞ്ഞു വിടാനായിട്ട് ട്രൂപ്പിനെ വിളിക്കേണ്ടതായിട്ട് വന്നു, പോലീസിനെ വിളിക്കേണ്ടതായിട്ട് വന്നു. ദേ ഗോട്ട് ദ ഐഡിയ ഓഫ് ഫെൻസിങ് ഇൻ ദ യാർഡ്. അവർക്കൊരു ഐഡിയ തോന്നി, മുറ്റത്തൊരു വേലി പിടിപ്പിക്കാം. ആൻഡ് ചാർജിങ് 5 cents ഫോർ അഡ്മിഷൻ ടു സീ ദ ഏഞ്ചൽ. ഏഞ്ചലിനെ കാണാൻ വരുന്നവരിൽ നിന്നും ഒരു 5 cent കറൻസിയും കൂടി വാങ്ങാം എന്നുള്ള ഒരു ഐഡിയ തോന്നുവാണ്. ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ അവേ. ഒരുപാട് ദൂരെ നിന്ന് പോലും ആളുകൾ വന്നു. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത് കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. ഭൂമിയിലെ ഏറ്റവും നിർഭാഗ്യവാരായ ആളുകളൊക്കെ ഈ ഏഞ്ചലിനെ കാണാനായിട്ട് വരികയാണ്. ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്, തങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനൊക്കെ ആയിട്ട്. പെലായോ ആൻഡ് എലിസൻഡ വെർ ഹാപ്പി വിത്ത് ഫാറ്റീഗ്. പെലായോയ്ക്കും എലിസൻഡയ്ക്കും നല്ല ക്ഷീണമാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഫാറ്റീഗ് എന്ന് പറഞ്ഞാൽ ക്ഷീണമാണ്. പക്ഷെ ഈ ക്ഷീണത്തിൽ അവര് വളരെയധികം ഹാപ്പി ആയിരുന്നു. കാരണം എന്താ? പൈസ കിട്ടുന്നുണ്ടല്ലേ. ഇൻ ലെസ് ദാൻ എ വീക്ക് ദേ ഹാഡ് ക്രാംഡ് ദെയർ റൂംസ് വിത്ത് മണി. അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവരുടെ റൂംസ് നിറയെ മണിയായി. സ്റ്റിൽ ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് എന്ന് പറഞ്ഞാൽ തീർത്ഥാടകരെ, വെയിറ്റിംഗ് ദർ ടേൺ ടു എൻ്റർ റീച്ച്ഡ് ബിയോണ്ട് ദ ഹൊറൈസൺ. അപ്പോൾ ഒരുപാട് നീണ്ട ക്യൂ ആയിരുന്നു. എന്നിട്ടും കൂടി ഈ ഏഞ്ചലിനെ കാണാൻ വരുന്നവരുടെ. ദ ഏഞ്ചൽ വാസ് ദ ഓൺലി വൺ ഹു ടുക്ക് നോ പാർട്ട് ഇൻ ഹിസ് ഓൺ ആക്ട്.
അപ്പം ഇത് ആക്ച്വലി ഏഞ്ചലിന്റെ പേരിൽ നടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഏഞ്ചൽ ഇതിന്റെ ഒരു ഭാഗമേ അല്ല എന്ന മട്ടിലാണ് ഏഞ്ചൽ നിൽക്കുന്നത്. ഹി സ്പെൻഡ് ഹിസ് ടൈം ട്രൈങ് ടു ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ഹിസ് ബോറോഡ് നെസ്റ്റ്. അപ്പം അദ്ദേഹത്തിന് കടം കിട്ടിയ ആ കൂട്ടില് അദ്ദേഹം റെസ്റ്റ് ചെയ്യുകയാണ്. അറ്റ് ഫസ്റ്റ് ദേ ട്രൈ ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് ബോൾസ്. ആദ്യം അവര് അയാൾക്ക് കഴിക്കാനായിട്ട് കൊടുത്തത് എന്താണ്? മോത്ത് ബോൾസ് ആണ്. മോത്ത് ബോൾസ് എന്ന് പറഞ്ഞാൽ എന്താ? പാറ്റ ഗുളിക അല്ലെ, നാഫ്തലിൻ ഗുളികകള്. ബട്ട് ഹി എയ്റ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാന്റ് മഷ്. അതൊക്കെ ആരെങ്കിലും കഴിക്കുമോ? ഈ മോത്ത് ബോൾസ് ഒക്കെ ആരെങ്കിലും കഴിക്കുമോ? പക്ഷെ അദ്ദേഹം കഴിച്ചത് എന്താണ്? വഴുതനങ്ങയുടെ മഷ്. വഴുതനങ്ങയുടെ മഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ഞി എന്നോ കുറുക്കെന്നോ ഒക്കെ പറയാം. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീംഡ് ടു ബി പേഷ്യൻസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സൂപ്പർ നാച്ചുറൽ വെർച്യൂ എന്ന് പറയുന്നത് എന്താണ്? പേഷ്യൻസ് ആണ്. ആളുകൾ ഇങ്ങനെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നു, കോഴികൾ ചുറ്റും നടക്കുന്നു അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സൂപ്പർ നാച്ചുറൽ വെർച്യൂ, വലിയൊരു ഗുണം എന്താണ്? പേഷ്യൻസ് ആണ്, ക്ഷമയാണ്. ഹി വാസ് ക്വൈറ്റ് പേഷ്യന്റ് വെൻ ദ ഹെൻസ് പെഗ്ഡ് അറ്റ് ഹിം. അപ്പൊ അദ്ദേഹം ഈ കോഴിയൊക്കെ ഇങ്ങനെ കൊത്തും, അദ്ദേഹത്തിന്റെ ചിറകിലും മേത്തും ഒക്കെ ഇങ്ങനെ കൊത്തും. പെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കൊത്തുക. അപ്പോഴൊക്കെ അദ്ദേഹം പേഷ്യന്റ് ആയിട്ടിരുന്നു, ക്ഷമയോടുകൂടിയിരുന്നു. സെർച്ചിങ് ഫോർ ദ പാരസൈറ്റ്സ് ഇൻ ഹിസ് വിങ്സ്. അദ്ദേഹത്തിന്റെ ചിറകുകളുടെ ഇടയിൽ എന്തെങ്കിലും പാരസൈറ്റ്സ്, കീടങ്ങളോ പ്രാണികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കൊത്താൻ വേണ്ടിയിട്ട് കോഴികൾ ചെല്ലും. അപ്പോഴൊക്കെ പേഷ്യന്റ് ആയിട്ടിരുന്നു, ക്ഷമയോടുകൂടിയിരുന്നു. ഹി വാസ് പേഷ്യന്റ് അഗെയിൻ വെൻ ദ ക്രിപ്പിൾസ് പുൾഡ് ഔട്ട് ഹിസ് ഫെദേഴ്സ് ടു ടച്ച് ദെയർ ലിംസ് വിത്ത്. ചില മുടന്തരായ ആൾക്കാർ വരും, എന്നിട്ട് അവരെന്ത് ചെയ്യും? അവർ ഈ വിങ്സിന്റെ ഫെദേഴ്സ് പറിച്ചെടുക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ പറിച്ചെടുത്ത് അവരുടെ ലിംസിൽ, അവരുടെ ആ മുടന്തിൽ മുട്ടിക്കുമ്പോൾ അവർ സുഖം പ്രാപിക്കും എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി അവരങ്ങനെ ചെയ്യും. അപ്പോൾ പോലും ഇദ്ദേഹം പേഷ്യൻ്റോടുകൂടി, ക്ഷമയോടുകൂടിയിരുന്നു. ഹി റിമെയിൻഡ് പേഷ്യൻറ്റ് വെൻ ഈവൻ ദ മോസ്റ്റ് മേഴ്സിഫുൾ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. അപ്പൊ ചിലരൊക്കെ എന്ത് ചെയ്തു? ചില മേഴ്സിഫുൾ ആയിട്ടുള്ള ആൾക്കാർ, അതായത് വളരെ ദയാലുക്കളായ ആൾക്കാര് അദ്ദേഹത്തിന്റെ മേത്തേക്ക് സ്റ്റോൺസ് ഒക്കെ എടുത്തെറിയും, കല്ലെടുത്തെറിയും. ഇവിടെ മേഴ്സിഫുൾ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ. ആരെങ്കിലും മേഴ്സിഫുൾ ആയിട്ടുള്ള ആൾക്കാർ കല്ലെടുത്തെറിയോ? ഇല്ല, ക്രൂവൽ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ കല്ലെടുത്തെറിയ. ആഫ്റ്റർ ഓൾ ദേ വർ ഓൺലി ട്രൈങ് ടു ഗെറ്റ് ഹിം ടു റൈസ് സോ ദാറ്റ് ദേ കുഡ് സീ ഹിം സ്റ്റാൻഡിങ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ കല്ലൊക്കെ എടുത്തെറിയുന്നത്? അയാളെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കാണാൻ വേണ്ടിയിട്ട്. കല്ലൊക്കെ എടുത്ത് എറിഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യുമ്പം അദ്ദേഹം അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് മാറിയിരിക്കുമല്ലോ. അപ്പോൾ ഒന്ന് ഇദ്ദേഹം എഴുന്നേറ്റ് നിൽക്കും. അപ്പോൾ അതൊക്കെ കാണാനായിട്ടാണ് ആളുകൾ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം നല്ല ക്ഷമയോടുകൂടി അവിടെ ഇരിക്കുകയാണ്. ഇറ്റ് സോ ഹാപ്പൻഡ് ദാറ്റ് ഡ്യൂറിങ് ദോസ് ഡേയ്സ് ദെയർ അറൈവ്ഡ് ഇൻ ദ ടൗൺ എ ട്രാവലിംഗ് ഷോ. ടൗണിൽ ഒരു ട്രാവലിംഗ് ഷോ വന്നത് വരെയേ ഇവിടുത്തെ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ആൾക്കാരെല്ലാം കൂടി അവിടേക്ക് പോയി, ട്രാവലിംഗ് ഷോ കാണാനായിട്ട് പോയി. ദ മെയിൻ അട്രാക്ഷൻ വാസ് എ വുമൻ ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ഇൻ ടു എ സ്പൈഡർ ബൈ എ ബേസ്റ്റ് ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. അപ്പോൾ അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്തായിരുന്നു? ഒരു സ്ത്രീ തണ്ടറും ലൈറ്റനിങ്ങും, മിന്നലും ഇടിയും ഒക്കെ വരുന്ന സമയത്ത് ഒരു സ്പൈഡറായി മാറുകയാണ്. അപ്പോൾ അതായിരുന്നു അവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ദ അഡ്മിഷൻ ഫീ ടു സീ ഹർ വാസ് ലെസ് ദാൻ ദ ഫീ ടു സീ ദ ഏഞ്ചൽ. അപ്പോൾ ഏഞ്ചലിനെ കാണുന്ന ആ ഒരു ഫീസിനെക്കാട്ടും ചെറിയൊരു ഫീസേ ഈ സ്ത്രീയെ കാണാനായിട്ടുള്ളൂ, ഈ സ്പൈഡർ ആവുന്ന സ്ത്രീയെ കാണാനായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം അവിടേക്ക് ഓടിക്കൂടി. സോ ദ പീപ്പിൾ ഫ്ലോക്ക്ഡ് ടു സീ ഹർ. അതുകൊണ്ട് തന്നെ അവിടേക്കാണ് എല്ലാ ആൾക്കാരും പറന്ന് ചെന്നുകൊണ്ടിരുന്നത്. ദേ വർ ഓൾസോ permitted to ask her all manner of questions about her absurd state. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്പൈഡറായി മാറുന്ന ആ ഒരു സ്റ്റേറ്റിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഈ ആളുകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പെർമിഷനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവളത് ആൻസർ ചെയ്യുകയും ചെയ്യും. പക്ഷേ ഏഞ്ചലിനെ കാണാൻ പോയാലോ ജസ്റ്റ് കാണാമെന്നേ ഉള്ളൂ, ഒരു ചോദ്യവും ചോദിക്കാൻ പറ്റില്ല, ഒരു ആൻസറും കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏഞ്ചലിനെ കാണാൻ പോകുന്നത് എല്ലാവരും നിർത്തി ആരെ കാണാനായിട്ടാണ് പോയത്? ഈ ട്രാവലിംഗ് ഷോ നടത്തുന്ന ഈ സ്ത്രീയെ കാണാനായിട്ടാണ് പോയത്. ദ ഓണേഴ്സ് ഓഫ് ദ ഹൗസ് ഹാഡ് നോ റീസൺ ടു ലാമെന്റ്. ലാമെന്റ് എന്ന് പറഞ്ഞാൽ വിലപിക്കുക. അപ്പൊ വിലപിക്കാനായിട്ട് ഒരു റീസണും അവർക്കുണ്ടായിരുന്നില്ല, ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. വിത്ത് ദ മണി ദേ സേവ്ഡ് ദേ ബിൽറ്റ് എ 2-story മാൻഷൻ വിത്ത് ബാൽക്കണീസ് ആൻഡ് ഗാർഡൻസ്. അപ്പൊ ബാൽക്കണിയും ഗാർഡനും ഒക്കെയുള്ള 2 നിലയിലുള്ള ഒരു കൊട്ടാരം തന്നെ അവർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൈസ കൊണ്ട് ഉണ്ടാക്കി. ഇറ്റ് ഓൾസോ ഹാഡ് ഹൈ നെറ്റിംഗ് സോ ദാറ്റ് ക്രാബ്സ് വുഡിൻ ഗെറ്റ് ഇൻ ഡ്യൂറിങ് ദ വിന്റർ. അപ്പൊ വിന്റർ സമയത്ത് ഈ ക്രാബ്, ഞണ്ടുകളൊക്കെ കയറി വരും. അതുകൊണ്ട് തന്നെ നെറ്റൊക്കെ ഇട്ടിട്ട് സുരക്ഷിതമാക്കി അവരുടെ ആ വീട്. ആൻഡ് അയൺ ബാർസ് ഓൺ ദ വിൻഡോസ് സോ ദാറ്റ് ഏഞ്ചൽസ് വുഡിൻ ഗെറ്റ് ഇൻ. അത് പിന്നെ അയൺ ബാർസ് വിൻഡോസിൽ, ജനലില്
അയൺ ബാസ് ഒക്കെ ഘടിപ്പിച്ചു. കാരണം ഇനിയും ഒരു ഏഞ്ചൽ ഒന്നും അകത്തേക്ക് വരാൻ പാടില്ല, അതുകൊണ്ട് തന്നെ അവർ അങ്ങനെയും ചെയ്തു. പെലായോ ഓൾസോ സെറ്റ് അപ്പ് എ റാബിറ്റ് വാരൻ ആൻഡ് ഗേവ് അപ്പ് ഹിസ് ജോബ് ആസ് എ ബെയിലിഫ് ഫോർ ഗോഡ്. പെലായോ ഒരു റാബിറ്റ് വാരൻ ഉണ്ടാക്കി, മുയലുകളെയൊക്കെ വളർത്തുന്ന മാളം ഉണ്ടാക്കി. ആൻഡ് ഗേവ് അപ്പ് ഹിസ് ജോബ് ആസ് എ ബെയിലിഫ് ഫോർ ഗോഡ്. കോടതിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം അല്ലെ. അപ്പൊ ആ ജോലിയെല്ലാം ഇദ്ദേഹം ഉപേക്ഷിച്ചു. എലിസണ്ട ബോട്ട് സം സാറ്റിൻ പംപ്സ് വിത്ത് ഹൈ ഹീൽസ്. ഹൈ ഹീൽഡ് ചെരുപ്പുകളൊക്കെ, ഷൂസ് ഒക്കെ ഇവള് വാങ്ങിക്കൂട്ടി. ആൻഡ് മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡിസെന്റ് സിൽക്ക്. ഇറിഡിസെന്റ് എന്ന് പറഞ്ഞാൽ നല്ല വർണ്ണാഭമായ കളർഫുൾ ആയിട്ടുള്ള സിൽക്ക് മെറ്റീരിയൽ കൊണ്ടുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങി. ദ ചിക്കൻ കൂപ്പ് വാസ് ദ ഓൺലി തിങ് ദാറ്റ് ഡിഡ്ന്റ് റിസീവ് എനി അറ്റൻഷൻ. അപ്പൊ കോഴിക്കൂടിന് മാത്രം ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല, ഒരു അറ്റൻഷനും കിട്ടിയില്ല, ഒരു ശ്രദ്ധയും കിട്ടിയില്ല, അതായത് മാറ്റമൊന്നും വരുത്തിയില്ല. ദ ഡങ് ഹീപ്പ് സ്റ്റെൻച്ച് ഫ്രം ദ കൂപ്പ് വാസ് ടേണിംഗ് ദ ന്യൂ ഹൗസ് ഇൻ ടു ആൻ ഓൾഡ് വൺ. സ്റ്റെൻച്ച് എന്ന് പറഞ്ഞാൽ ദുർഗന്ധമാണ് അല്ലെ. കോഴിക്കൂട്ടിൽ നിന്നും ആ കോഴിയുടെ കാഷ്ടത്തിൽ നിന്നൊക്കെ വരുന്ന ആ ദുർഗന്ധം ആ പുതിയ വീടിനെ പഴയ വീട് തന്നെ ആക്കി മാറ്റുകയാണ്. അതായത് പുതിയ വീടൊക്കെ വെച്ചു, പക്ഷെ ലുക്കൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ ദുർഗന്ധമാണ് വമിച്ചുകൊണ്ടിരുന്നത്. കോഴിക്കൂട്ടിൽ നിന്നുള്ള ആ ഒരു ദുർഗന്ധം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അറ്റ് ഫസ്റ്റ് when the child learned to walk, they were careful that he did not get too close to the coop. അപ്പോൾ ആദ്യമൊക്കെ ചൈൽഡ്, ആ കുട്ടി ഇങ്ങനെ നടക്കാനായിട്ട് പഠിച്ചപ്പോൾ അവർ വളരെയധികം കെയർഫുൾ ആയിരുന്നു. കാരണം കൂപ്പിന്റെ അടുത്തേക്ക്, കോഴിക്കൂടിന്റെ അടുത്തേക്ക് ആ കുട്ടീനെ വിടാതെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ബട്ട് ദെൻ ദേ ബിഗാൻ ടു ലൂസ് ദെയർ ഫിയേഴ്സ് ആൻഡ് ഗോഡ് യൂസ്ഡ് ദ സ്മെൽ. ആദ്യമൊക്കെ കുട്ടി ഈ കൂപ്പിലേക്ക് കടക്കുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നീട് ആ പേടിയെല്ലാം മാറി ഈ ദുർഗന്ധത്തോടെ അവർ പൊരുത്തപ്പെടുകയും ചെയ്തു. ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഹിസ് സെക്കൻഡ് ടീത്ത്. അപ്പൊ രണ്ടാമത്തെ പല്ല് വരുന്നതിന് മുന്നേ ഹി ഹാഡ് ഗോൺ ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ് ടു പ്ലേ. അവൻ കളിക്കാനായിട്ട് ചിക്കൻ കൂപ്പിന്റെ ഉള്ളിലേക്ക് പോയി. ആസ് ദ വയേഴ്സ് വെർ ഫോളിംഗ് അപ്പാർട്ട്. അപ്പൊ ചിക്കൻ കൂപ്പിന് മാറ്റമൊന്നും വരുത്തിയില്ല അല്ലെ, അതൊന്നും റിനോവേഷൻ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ നെറ്റൊക്കെ കുറെ ദ്രവിച്ചു പോയിട്ടുണ്ടായിരുന്നു. ദേ ബോത്ത് കെയിം ഡൗൺ with the chicken pox at the same time. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ചിക്കൻ പോക്സ് പിടിപെട്ടു, ഈ ഓൾഡ് മാനും ഈ കുട്ടിക്കും. ചിക്കൻ പോക്സ് എന്ന് പറയുന്നത് വൈറസ് മൂലം വരുന്ന ഒരു രോഗമാണ്, അല്ലാതെ കോഴിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചിക്കൻ കൂപ്പിൽ പോയതുകൊണ്ട് ഒരിക്കലും ചിക്കൻ പോക്സ് വരില്ല. The doctor who took care of the child couldn't resist the temptation to listen to that angel's heart. അപ്പൊ ഡോക്ടർ കുട്ടീനെ വന്ന് നോക്കി. അപ്പൊ കുട്ടീനെ നോക്കിയ ഡോക്ടർക്ക് ആ ഏഞ്ചൽസിന്റെ ഹാർട്ടും കൂടി നോക്കാനുള്ള ഒരു ത്വരയുണ്ടായി, ഒരു ടെംപ്റ്റേഷൻ ഉണ്ടായി. He found so much whistling in the heart and so many sounds in the kidneys. അപ്പോൾ അദ്ദേഹം ഹാർട്ടിൽ നിന്നും ഒരുപാട് വിസ്ലിംഗ് സൗണ്ട്സ് ഒക്കെ കേട്ടു, അതുപോലെ തന്നെ കിഡ്നിയിൽ നിന്നും ഒരുപാട് സൗണ്ട്സ് കേട്ടു. വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ് however was the logic of his wings. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചിറകുകളുടെ കാര്യമാണ്. അപ്പം മനുഷ്യൻ്റെതായ എല്ലാ സാമ്യവും ഈ ഏഞ്ചലിന് അദ്ദേഹം കണ്ടു, പക്ഷെ വിങ്സ് മാത്രം, അതാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. ദേ സീംഡ് സോ നാച്ചുറൽ ഓൺ ദാറ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം. അപ്പോൾ ആ ശരീരത്ത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹ്യൂമൻ ഓർഗാനിസം പോലെ, മനുഷ്യന്റെ അവയവം പോലെ ആ വിങ്സ് ഇങ്ങനെ നിൽക്കുകയാണ്. ഹി കുഡിൻ അണ്ടർസ്റ്റാൻഡ് വൈ അതർ പീപ്പിൾ ഡിഡ്ന്റ് ഹാവ് ദം ടു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഈ വിങ്സ് ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായോ ഇല്ല. When the child began school, the sun and rain had caused the collapse of the chicken coop. അപ്പോൾ കുട്ടി സ്കൂളിൽ പോകാനായിട്ട് തുടങ്ങി. അപ്പോഴേക്കും വെയിലും മഴയും എല്ലാം കൊണ്ട് ചിക്കൻ കൂപ്പ് ഏകദേശം നാശത്തിന്റെ വക്കിലെത്തി. The angel went dragging himself about here and there like a stray dying man. അപ്പൊ ഏഞ്ചൽ ഈ മഴ കൊള്ളാതെയും വെയിൽ കൊള്ളാതെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയൊക്കെ ഇരിക്കുവാണ്. ലൈക്ക് എ സ്ട്രേ ഡൈയിങ് മാൻ. ഏഞ്ചലിന് ഇപ്പോൾ ഒരു ഷെൽട്ടർ ഇല്ല അല്ലെ, അതുകൊണ്ടാണ് സ്ട്രേ ഡൈയിങ് മാൻ എന്ന് പറയുന്നത്. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മരിക്കാനായ ഒരു മനുഷ്യൻ. He seemed to be in so many places at the same time. അപ്പോൾ ഒരേ സമയം അദ്ദേഹത്തെ പല സ്ഥലങ്ങളിലായിട്ട് കണ്ടു. കാരണം എന്താ, എഴഞ്ഞെഴഞ്ഞ് നടക്കുകയാണ്, ഷെൽട്ടർ തേടിയുള്ള ഒരു എഴഞ്ഞ് നടക്കുവാണ്. മഴ പെയ്യുമ്പോൾ മഴ കൊള്ളാതെയും വെയിൽ വരുമ്പോൾ വെയിൽ കൊള്ളാതെയും ഒക്കെ ഇദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഹി കുഡ് സ്കേഴ്സ്ലി ഈറ്റ്. അപ്പൊ അദ്ദേഹത്തിന് ഒന്നും കഴിക്കാനായിട്ട് പറ്റുന്നില്ല. ആൻഡ് ഹിസ് ഐസ് ഹാഡ് ഓൾസോ ബിക്കം സോ ഫോഗി ദാറ്റ് ഹി വെന്റ് അബൌട്ട് ബംപിംഗ് ഇൻ ടു പോസ്റ്റ്.
അപ്പോൾ കണ്ണൊന്നും കാണാത്ത അവസ്ഥയിലായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇഴഞ്ഞിങ്ങനെ നടക്കുമ്പോൾ പോസ്റ്റിലൊക്കെ പോയിട്ട് മുട്ടും. പെലായോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെഡ്. പെലായോ പാവം തോന്നിയിട്ട് ഒരു ബ്ലാങ്കറ്റ് അദ്ദേഹത്തിന്റെ മുകളിലേക്ക് എറിഞ്ഞു കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തിനെ ഷെഡിൽ ഉറങ്ങാനായിട്ട് അനുവദിച്ചു. ഓൺലി ദെൻ ഡിഡ് ദേ നോട്ടീസ് ദാറ്റ് ഹി ഹാഡ് എ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ ഓൾഡ് മാന് നല്ല ടെമ്പറേച്ചർ ഉണ്ട് എന്നുള്ളത്. ദേ ബിക്കെയിം അലാംഡ്. അതുകൊണ്ട് തന്നെ അവര് ജാഗരൂകരായിട്ടിരുന്നു, അലാംഡ് ആയിട്ടിരുന്നു. ഫോർ ദേ തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ. കാരണം അവർ വിചാരിച്ചു ഇത് മരിക്കാൻ പോവുകയാണ് എന്ന് വിചാരിച്ചു. And yet he not only survived his worst winter but seemed improved with the first sunny days. അപ്പം പെലായോയും എലിസണ്ടയും ഇദ്ദേഹം ഇപ്പം മരിക്കുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ആ വേഴ്സ്റ്റ് ആയിട്ടുള്ള അത്രയും മോശമായിട്ടുള്ള ആ വിന്ററും അദ്ദേഹം അതിജീവിച്ചു. അതുപോലെ തന്നെ ആ ഫസ്റ്റ് സണ്ണി ഡേയ്സ്, വേനൽക്കാലമൊക്കെ വരുന്നതിൻ്റെ ആ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ഹെൽത്ത് കുറച്ചുകൂടെയൊക്കെ ഇംപ്രൂവ് ആക്കി. He remained motionless for several days in the farthest corner of the courtyard. ആ മുറ്റത്തിന്റെ അങ്ങേ അറ്റത്ത് കുറേ നാളുകൾ അദ്ദേഹം ചലനരഹിതനായിട്ടിരുന്നു. ഒന്നും ചലിക്കാതെ, മോഷൻലെസ് ആയിട്ട് ചലിക്കാതെ ഇരിക്കുകയാണ്, അനങ്ങാതെ ഇരിക്കുകയാണ്. At the beginning of December, some large stiff feathers began to grow on his wings. അങ്ങനെ ഡിസംബർ മാസത്തിലെ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ആ ലാർജ് വിങ്സിൽ കുറച്ച് ഫെദേഴ്സ് ഒക്കെ ഫോം ചെയ്യാനായിട്ട് തുടങ്ങി, വളരാനായിട്ട് തുടങ്ങി. ദേ ലുക്ക്ഡ് ലൈക്ക് ദ ഫെദേഴ്സ് ഓഫ് എ സ്കെയർ ക്രോ. അപ്പം റൈറ്റർ പറയാണ് ഈ ഫെദേഴ്സ് കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു? സ്കെയർ ക്രോ പോലെ ഉണ്ടായിരുന്നു. നമ്മളുടെ വയലിലൊക്കെ നോക്കുകുത്തീനെ വെക്കുകയല്ലേ, അപ്പൊ അതുപോലെയുള്ള ഫെദേഴ്സ് ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ആ വിങ്സിൽ മുളച്ചു പൊന്തിയിരുന്നത്. വൺ മോർണിംഗ് എലിസണ്ട വാസ് കട്ടിംഗ് സം ബഞ്ചസ് ഓഫ് അനിയൻസ് ഫോർ ലഞ്ച് വെൻ എ വിൻഡ് ബ്ലൂ ഇൻ ടു ദ കിച്ചൺ. ഒരു ദിവസം രാവിലെ എലിസണ്ട കുറച്ച് ഉള്ളി അരിയുകയായിരുന്നു. ഫോർ ലഞ്ചിന് വേണ്ടിയിട്ട് ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വെൻ എ വിൻഡ് ബ്ലൂ ഇൻ ടു ദ കിച്ചൺ. അപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു കാറ്റ് കിച്ചണിലേക്ക് വീശി. ദെൻ ഷി വെന്റ് ടു ദ വിൻഡോ. എന്നിട്ട് ജനലിൻ്റെ അടുത്ത് പോയി അവൾ നോക്കുവാണ്. ആൻഡ് ഫൗണ്ട് ദ ഏഞ്ചൽ ഇൻ ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ്സ് അറ്റ് ഫ്ലൈറ്റ്. അപ്പോൾ പറക്കാനുള്ള ആദ്യത്തെ അറ്റംപ്റ്റ് നടത്തുകയാണ്. വിങ്സ് എല്ലാം അടിച്ച് മെല്ലെ പറക്കാനായിട്ട് ശ്രമിക്കുകയാണ് ആ ഏഞ്ചൽ. These were so clumsy that he was on the point of knocking the shed down as he couldn't get a grip on the air. Clumsy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ lack of coordination എന്നാണ്. വായുവിലേക്ക് ഉയർന്നു പൊങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഒരു ഗ്രിപ്പും കോർഡിനേഷനും ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ആ ഷെഡ് ഇടിച്ച് നിരത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. പക്ഷേ പെട്ടെന്ന് തന്നെ അദ്ദേഹം ആ ഒരു ആൾട്ടിറ്റ്യൂഡ് മാനേജ് ചെയ്തു. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉയരം എന്നാണ് അർത്ഥം. അപ്പോൾ അദ്ദേഹത്തിന് ഉയരത്തിലേക്ക് ഉയർന്നു പറക്കാനായിട്ട് സാധിച്ചു. എലിസണ്ട ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ് ഫോർ ഹെർസെൽഫ് ആൻഡ് ഫോർ ഹിം വെൻ ഷി വാച്ച്ഡ് ഹിം പാസ് ഓവർ ദ ലാസ്റ്റ് ഹൗസസ്. എലിസണ്ട ഒരു ദീർഘനിശ്വാസം എടുത്തു അല്ലേ? ആശ്വാസത്തിന്റെ ഒരു ദീർഘനിശ്വാസമാണ്. അവസാനത്തെ വീടും കഴിഞ്ഞ് ആ ഏഞ്ചൽ ഇങ്ങനെ പറന്നുയർന്നു പോയപ്പോൾ എലിസണ്ടയ്ക്ക് ഒരു ആശ്വാസമായി. ഹി വാസ് ഹോൾഡിംഗ് ഹിംസെൽഫ് അപ്പ് ഇൻ സം വേ വിത്ത് റിസ്കി ഫ്ലാപ്പിംഗ് ഓഫ് എ സിനൈൽ വൾച്ചർ. സിനൈൽ വൾച്ചർ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളൊക്കെയുള്ള ഒരു കഴുകൻ. അപ്പോൾ ആ കഴുകൻ പറക്കുന്നത് പോലെയാണ് ഈ ഏഞ്ചലും തന്റെ ചിറകിട്ടടിച്ച് പറന്നുയർന്നത്. ഷി കെപ്റ്റ് വാച്ചിങ് ഹിം ഈവൻ വെൻ ഷി വാസ് ത്രൂ കട്ടിംഗ് ദ അനിയൻസ്. ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും ഇവളിങ്ങനെ ഇദ്ദേഹത്തെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ് അണ്ടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹെർ ടു സീ ഹിം. അവൾക്ക് അവനെ കാണാൻ സാധിക്കാത്തതുവരെ അവൾ അവനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഹി വാസ് നോ ലോങ്ങർ ആൻ അനോയൻസ് ഇൻ ഹെർ ലൈഫ് ബട്ട് ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദ ഹൊറൈസൺ ഓഫ് ദ സീ. ആ ഏഞ്ചല് ഒരിക്കലും അവളുടെ ജീവിതത്തിൽ ഒരു ശല്യമായിരുന്നില്ല. അനോയൻസ് എന്ന് പറഞ്ഞാൽ ശല്യം, മറിച്ച് കടലിന്റെ ചക്രവാളത്തിലെ ഒരു സാങ്കല്പിക ബിന്ദുവായിരുന്നു, ഒരു ഇമാജിനറി ഡോട്ടായിരുന്നു, ഒരു സാങ്കല്പിക ബിന്ദുവായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി അബൌട്ട് ദി ഓഥർ നോക്കാം. ഗബ്രിയേൽ ഗാർസിയ മാർക്വിസ്, ബോൺ ഇൻ 1927, died in 2014, was a Colombian novelist. അദ്ദേഹം ഒരു കൊളംബിയൻ നോവലിസ്റ്റ് ആണ്. അപ്പോൾ ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് അല്ലേ. ആൻഡ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് ദി 20th century, 20th centuryയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. ഹി വാസ് അവാർഡഡ് ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1982. അപ്പോൾ ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്തിനാണ്? ലിറ്ററേച്ചറിന്, സാഹിത്യത്തിലെ നോബൽ പ്രൈസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. 1982 കിട്ടിയിരിക്കുന്നത്. ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക് ഏതൊക്കെയാണ്? ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, നോ വൺ റൈറ്റ്സ് ടു ദ കേർണൽ ആൻഡ് 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ്. He is one of the best known Latin American writers of our time. അപ്പോൾ അദ്ദേഹം ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സിലെ മികച്ച ഒരാളായിരുന്നു. ഇനി മാജിക്കൽ റിയലിസം എന്താണെന്ന് നോക്കാം. മാജിക്കൽ റിയലിസം ഈസ് വൺ ഓഫ് ദ യുണീക്ക് നരേറ്റീവ് സ്റ്റൈൽസ് ഓഫ് ദ ലാസ്റ്റ് സെഞ്ചുറി. മെനി ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ലൈക്ക് ഗബ്രിയൽ ഗാർസിയ മാർക്വേസ് ആൻഡ് അതേഴ്സ് സച്ച് ആസ് സൽമാൻ റുഷ്ദി ആൻഡ് ആഞ്ചല കാർട്ടർ ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ജോണർ. Works in the genre depict the real world with an undercurrent of magic or fantasy. Like fairy tales, works of magical realism blur the line between fantasy and reality. ഇതിവിടെ ഫാൻറ്റസിയുടെയും റിയാലിറ്റിയുടെയും ഒരു കളിയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു മാജിക്കൽ റിയലിസം ഫോളോ ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു ഗബ്രിയൽ ഗാർസിയ മാർക്വേസ്, സൽമാൻ റുഷ്ദി ആൻഡ് ആഞ്ചല കാർട്ടർ. മാജിക് റിയലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആധുനിക ലോകത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധത്തോടൊപ്പം മാന്ത്രിക ഘടകങ്ങളും ചേർക്കുന്ന ഒരു സാഹിത്യ വിഭാഗമാണ്. ഇവിടെ ഫാൻറ്റസിയും വരും, അതുപോലെ തന്നെ റിയാലിറ്റിയും വരും. ഈ സ്റ്റോറിയിൽ എലിസണ്ടയുടെയും പെലായോയുടെയും ലൈഫ് ഒരു റിയൽ ലൈഫായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഏഞ്ചലിൻ്റെ ലൈഫോ അതൊരു മാജിക്കായിട്ട് അതൊരു ഫാൻറ്റസിയാണ് അല്ലേ, ആ ഒരു രീതിയിലും പറഞ്ഞിരിക്കുകയാണ്. അപ്പം മാജിക്കും റിയലിസവും കൂടി ഒരുമിച്ച് ചേർന്ന് മാജിക് റിയലിസം വന്നിരിക്കുകയാണ്. സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്തത് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡ്രോപ്പ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് ഇൻ ദ കമന്റ് സെക്ഷൻ. ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.